കൂട്ടുകാരെ, രാജേഷ് വടക്കഞ്ചേരിയാണ്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ തെന്നിരാപുരം എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെ വരാനുള്ള കാര്യം, നമ്മുടെ ഈ നാട്ടിൽ ഈ ഗ്രാമത്തിൽ ഒരു വൈദ്യനുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ചികിത്സാ രീതികൾ വശമുണ്ട്. രാജവൈദ്യം, രാജാക്കന്മാരെ ചികിത്സിച്ച രാജവൈദ്യം, പ്രകൃതി ചികിത്സ, അങ്ങനെ 7ഓളം വിഖ്യാത ചികിത്സാ രീതികൾ അദ്ദേഹം കൈവശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് രോഗികളെ കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇവിടുത്തെ ചികിത്സാ രീതികളും മറ്റു വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരൂ. എൻ്റെ പേര് രാജൻകുട്ടി. ഞാൻ തെന്നിലാപുരം താമസക്കാരനാണ്. എനിക്ക് കുറച്ച് കോവിഡ് പിടിപെട്ട കാലത്ത് കോവിഡ് പിടിപെട്ടിട്ടുണ്ടായിരുന്നു. 2 വർഷമായിട്ട് എനിക്ക് വലത് തുടയിൽ എവിടെയെങ്കിലും 5 മിനിറ്റ് ഉറച്ചു നിന്നാൽ വലത് തുടയിൽ ഒരു മരവിപ്പ് വരുന്നുണ്ടായിരുന്നു. അത് വളരെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ആയുർവേദമായിട്ട് കുറച്ച് ബന്ധമുള്ള ആളായതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇത് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞതാണല്ലോ, സീരിയസ് ആണല്ലോ. അപ്പം ഞാൻ ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി 2 മാസം ഹോമിയോ മരുന്ന് ചെയ്തു. പക്ഷേ ഇപ്പം കുറയുമെന്ന് പറഞ്ഞു. 2 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറുമെന്ന് പറഞ്ഞാണ്. എനിക്ക് ഒരു വ്യത്യാസവും കണ്ടില്ല. അതിൻ്റെ പേരിൽ അങ്ങനെ ഇനി ഒഴിച്ചിലാണ് അടുത്തതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാനിങ്ങനെ എവിടെ ഒഴിയണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സഹപ്രവർത്തകനായിരുന്നു വിഷ്ണു പറയുന്നു, രാജേട്ടാ, ഞാനിവിടെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, വൈദ്യർ വരുന്നുണ്ട്, അപ്പോൾ ഏത് വൈദ്യരാണ് എങ്ങനെയാണെന്നൊക്കെ വെച്ചാൽ. അപ്പം ഞാൻ അന്വേഷിച്ച അദ്ദേഹം ഒരു ജോയി വൈദ്യരാണെന്ന് പറഞ്ഞു. അപ്പോൾ താമസം ഇന്നിടത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബോർഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ, ആളെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഇദ്ദേഹം ചികിത്സിച്ച സ്ഥലത്ത് എനിക്ക് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, ഇങ്ങനൊരു വൈദ്യരെ അറിയോ? അയാൾ വിദഗ്ധനാണ്, ധൈര്യമായിട്ട് വയ്ക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേറൊരു പ്രത്യേകത കണ്ടത്, ഇദ്ദേഹത്തെ മറ്റൊരിടത്തും നമ്മൾ ഒഴിച്ചിലിന് വൈദ്യർ ഒഴിയാറില്ല, ടച്ച് ചെയ്ത് വിടുകയുള്ളൂ. പക്ഷേ ഇവിടെ വൈദ്യർ തന്നെയാണ് ഒഴിയുന്നത്. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ധൈര്യം വന്നത്. എനിക്ക് അത് മാത്രമല്ല, മുട്ടുവേദന ഉണ്ടായിരുന്നു, നീർക്കെട്ടുണ്ട്, എന്താ പറയുക, നീരിറക്കം. ഇത് രണ്ടും ഈ 3 ദിവസം ഒഴിഞ്ഞു. ഇത് 4ാം ദിവസമാണ്. 2 മുട്ടിൻ്റെ വേദന കുറഞ്ഞു. ഇപ്പോൾ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടായിരുന്നു, അത് മാറി. ഇനിയിപ്പോൾ ഈ തുടയിലെ ഇത് പെട്ടെന്ന് അങ്ങനെ മാറുന്നതല്ലെന്ന് നമുക്കറിയാം. അത് കുറവ് തോന്നുന്നുണ്ട്. പക്ഷെ അത് 14 ദിവസത്തെ ഒഴിച്ചിലാണ് എനിക്ക് ഉപദേശിച്ചിരിക്കുന്നത്. കഷായം മരുന്നും കഴിക്കുന്നുണ്ട്, ഗുളികയും കഴിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഇതൊരു ഉപകാരമായിരിക്കും. അസുഖക്കാർ നേരിട്ട് വരിക, ബന്ധപ്പെടുക. പേര് വിഷ്ണുദാസാണ്. ഞാൻ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയിൽ 10-27 വർഷം 30 വർഷത്തോളം സേവനം അനുഷ്ഠിച്ച് റിട്ടയർഡായി. കാലത്ത് എസ് എൻ കോളേജ് പറയും. എസ് എൻ കോളേജിൽ നിന്ന് ഉള്ളിലോട്ടുള്ള തെന്നിലാപുരം ഗ്രാമം, അവിടെയാണ് താമസം. അവിടെ ആയുർവേദത്തിൻ്റെയും മെഡിസിൻ്റെയും ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഒരു അഗസ്ത്യ ആയുർവേദ ചികിത്സാലയം ആരംഭിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി. അതിനെ തുടർന്ന് ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ ജോയി, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹമാണെങ്കിൽ കോട്ടക്കലിലും ഔഷധിയിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കുറേ കാലം ദീർഘകാലം വർക്ക് ചെയ്ത് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളൊരു കൈപ്പുണ്യമുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു സ്ഥാപനം തുടങ്ങി. നാട്ടുകാരായ ആളുകളുടെ സഹകരണം, സാധാരണപ്പെട്ടവർക്ക് കൂടി ഗുണം ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്നുള്ള ബേസിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പേര് മുത്തു എന്നാണ്. തെന്നിലാപുരത്ത് തന്നെയാണ് വീട്. ഇത് കുറച്ച് ഒരു 200 മീറ്റർ അകലെ വീട്. ഞാൻ ഈ 2 ആഴ്ച മുമ്പ് എനിക്ക് കൃഷിയാണ് ജോലി, കൃഷി. അപ്പോൾ കൃഷി സ്ഥലത്ത് വളവിടാൻ പോകുന്ന സമയത്ത് കാലൊന്ന് തെന്നി വീണു. ഞങ്ങളുടെ ഭാഗത്ത് വൈദ്യർ സ്ഥിര താമസമാണ് എന്നുള്ളത് ഞാൻ നേരത്തെ എനിക്കറിയാം. മറ്റ് ചികിത്സയും കാര്യങ്ങളും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ശരിയാവാം എന്ന് പറഞ്ഞു. ഞാൻ ഒരാഴ്ച അദ്ദേഹത്തിനടുത്ത് പോവുകയും ചികിത്സ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വളരെ, ഞാൻ വൈദ്യടുത്ത് പോകുമ്പോൾ ഇങ്ങനെ കാല് വളരെ ഇതായി വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് വളരെ സമാധാനമുണ്ട്. എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയായിരുന്നു. ഡോക്ടറെ കാണിച്ച് നല്ല ഭേദമുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. നല്ലൊരു ഡോക്ടറാണ്. നമ്മാറയിൽ വർക്ക് ചെയ്യുന്നതാണ് മൂപ്പര്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ കൈയും കാല് വേദന കാര്യങ്ങൾക്കൊക്കെ ഞാൻ ആയുർവേദ മരുന്ന് തന്നെ ചികിത്സിക്കാറ്. പിന്നിപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. ആ ഡോക്ടർ പ്രകാരം നോക്കാന്നുള്ളൊരു അഭിപ്രായമുണ്ട്, നോക്കണമുണ്ട്. അത് ചികിത്സ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ വന്ന് ചികിത്സിച്ചിട്ട്? കുഴപ്പമില്ല, നന്നായിരിക്കുന്നുണ്ട്. എൻ്റെ പേര് പ്രകാശ്. ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തികളാണ്. ഇപ്പോൾ കാര്യമായിട്ട് കാലിൻ്റെ മുട്ടുവേദന, ദേഹത്തിൻ്റെ തളർച്ച, ഒഴിച്ചിൽ എന്നിവ ആവശ്യമായിട്ട് ഞങ്ങളുടെ ജോയി വൈദ്യരുടെ അടുത്ത് വന്നതാണ്.
അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട്. നല്ല ഒരു വ്യക്തിപരമായിട്ട് നല്ല ആളാണ്. ചികിത്സയിലും ഏറ്റവും മിടുക്കനാണ്. എന്നെക്കൊക്കെ വയസ്സ് താഴെയുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞ മിടുക്കനാണെന്ന്. നല്ല ജനപിന്തുണയുണ്ട്. ഇവിടെ ധാരാളം ആൾക്കാർ വരാൻ. നമസ്കാരം, എൻ്റെ പേര് രാജൻ. ഞാൻ ജോയ് വൈദ്യരെ കാണാൻ വേണ്ടി വന്നതാണ്. കുഴപ്പമില്ല. എനിക്ക് കാലിന് മുട്ടും കൈയിൻ്റെ കാലിൻ്റെ ഡിസ്കൊക്കെ ഇതുണ്ട്. അതിന് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കുഴപ്പമില്ല, നല്ല വൈദ്യരാണ്. 40 വർഷത്തോളമായി ചികിത്സാ രംഗത്ത് കേരളത്തില്. അത് കേരളത്തില് എന്ന് പറഞ്ഞാല് ഞാന് എൻ്റെ അപ്പച്ചനായിട്ട് ഞങ്ങളൊരു 300-350 വർഷത്തെ പഴക്കമുണ്ട് ഈ ചികിത്സാ രംഗത്ത്. പാരമ്പര്യമുള്ള ഒരു വൈദ്യന്റെ മകനാണ്. എൻ്റെ അപ്പച്ചൻ കളരി മർമ്മ ചികിത്സാ രംഗത്തെ ഒരു വിദഗ്ധനായിരുന്നു. അതേപോലെ മൃഗചികിത്സയും വിഷചികിത്സയും കളരി ചികിത്സകളും ചെയ്യുന്ന ഒരു വൈദ്യനായിരുന്നു. അതിന്റെ മകനാണ് ഞാൻ. അപ്പൊ ഞാൻ 10 വയസ്സിലെ ചികിത്സ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോയി. അത് തന്നെ ഒരു 30 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയായ ദി ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഔഷധി എന്ന സ്ഥാപനത്തിൽ വൈദ്യനായിട്ട് 15 വർഷത്തോളം ഇരുന്നു. അതിനുശേഷം കോട്ടക്കിലെ നാഗാർജുന കമ്പനികളിലൊക്കെ വൈദ്യനായിട്ടിരുന്നു. അതിനുശേഷം ഞാൻ രാജവൈദ്യം പഠിക്കാൻ പോയി. രാജവൈദ്യം എന്ന് പറയുന്നത് നമ്മളെ പഴയ രാജാക്കന്മാരെ ചികിത്സ ചെയ്യുന്നൊരു ശാസ്ത്രമാണ്. അപ്പോൾ അതിൽ ഞാനൊരു ബാച്ചിലർ ഡിഗ്രി എടുത്തു. DSM ഡിപ്ലോമ സിദ്ധ മെഡിസിൻ പഠിച്ചു. അതിൽ ഡിഗ്രി എടുത്തു. അതിനുശേഷം ഞാൻ പ്രകൃതി ചികിത്സ പഠിക്കാൻ പോയി. അതിനുശേഷം ഞാൻ ലാടവൈദ്യം പഠിച്ചു. അതിനുശേഷം ഞാൻ ഒറ്റമൂലി ചികിത്സകൾ പഠിച്ചു. അതിനുശേഷം നാട്ടു ചികിത്സകൾ പഠിച്ചു. വിഷ ചികിത്സകളും കുറച്ചധികം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 6-7 ശാസ്ത്രം പഠിച്ച ഒരു വൈദ്യനാണ് ഞാൻ. എനിക്ക് തോന്നി ഞാൻ ആയുർവേദത്തിലെ ഒരു പാരമ്പര്യ വൈദ്യനായിട്ട് ഇരുന്നിട്ട് പോലും പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. രോഗിക്ക് പൂർണ്ണമായൊരു ചികിത്സ കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള സ്ഥിതിക്കാണ് മറ്റു ശാസ്ത്രങ്ങൾ പഠിച്ചത്. നമുക്കറിയാം എല്ലാ ശാസ്ത്രവും പൂർണ്ണമല്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ടാവും. നെന്മാറ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ലക്ഷ്മി കോംപ്ലക്സ് എന്നുള്ള സ്ഥാപനത്തിൽ ആലിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഉടമസ്ഥനെ കുറിച്ച് എനിക്കൊന്ന് പറയണം. അദ്ദേഹം മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 3 ലേഡി ഡോക്ടർമാരുണ്ട്. പിന്നെ ഞാൻ ഉൾപ്പെടെ വേറൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അഭിജിത്ത് മോഹൻ എന്നാണ്. അദ്ദേഹം രക്തമോക്ഷ ചികിത്സ കൂടുതൽ പ്രാവീണ്യം നേടിയ ഒരു ഡോക്ടറാണ്. അടുത്ത ഡോക്ടർ നമ്മുടെ എലന രാജാണ്. അത് ഒരു ലേഡി ഡോക്ടറാണ്. അദ്ദേഹം ആ ഡോക്ടർ നമുക്ക് ഈ മുഖ സൗന്ദര്യം, നിങ്ങൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകാനും അല്ലെങ്കിൽ ഉള്ള സൗന്ദര്യം നിലനിർത്താനും അങ്ങനെയുള്ള ചികിത്സകൾക്ക് വളരെ വിദഗ്ധയായ ഡോക്ടറാണ്. അടുത്ത ഡോക്ടർ ഹരിഷ്മിയാണ്. അവർ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉരുവിട്ട് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ചികിത്സ നടത്തണം, പ്രസവ ശേഷം എന്തൊക്കെ നടത്തണം, അതിൽ അതിവിദഗ്ധമായ ചികിത്സ നടത്തുന്ന ഒരു ഡോക്ടറാണ്. അടുത്തത് ഞങ്ങളുടെ അശ്വതി എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ജനറൽ രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പ്രതിരോധ ശേഷി നമുക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയല്ല, രോഗം വരാതിരിക്കാനുള്ള ചികിത്സയെക്കുറിച്ചായിരിക്കും ഡോക്ടർമാർ തന്നെ പഠിക്കുന്നത്. അങ്ങനെ ഞാനൊരു 10 ദിവസം മുമ്പ് ഇവിടെ ഈ തെന്നിലാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വിഷ്ണു എന്ന് പറഞ്ഞ ഒരാള് കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ വർക്ക് ചെയ്താണ്. 30 വർഷം വർക്ക് ചെയ്ത ഒരു ആളാണ്. അദ്ദേഹം അഗസ്ത്യ ആയുർവേദ സെന്റർ എന്ന ചികിത്സാലയം ഇട്ടു. 8 ദിവസമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട്. ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ജനങ്ങളുടെ ഒരു ബാഹുല്യം. ഏകദേശം 1 മാസത്തേക്ക് തന്നെ രോഗികളോട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ എൻ്റെ അടുത്ത് വന്ന ഒരു 8-10 ആൾക്കാരെ കാലിനും മുട്ടിനും ഒക്കെ ഫ്രാക്ചറും ഒക്കെ ആയിട്ട് വന്നിരുന്ന ആൾക്കാരാണ്. ചിലർക്ക് ചതുവ് പറ്റിയവരുണ്ട്, ഉളുക്ക് പറ്റിയവരുണ്ട്. അവരെയൊക്കെ ഞാൻ ഒരു 10 ദിവസത്തെ ചികിത്സയെ കൂടെ സുഖപ്പെടുത്താൻ സാധിച്ചു എനിക്ക്. അവർ തന്നെ അവരെ പ്രഭാഷണത്തിൽ പറയാൻ സാധിച്ചു. നമുക്ക് ഇനിയും കുറച്ചുകൂടി മുന്നേറാനുണ്ട്. എൻ്റെ ഉടമസ്ഥൻ ആലിക്കൽ ആയുർവേദ സെന്ററിന്റെ മോഹൻ സാർ പറഞ്ഞിരിക്കുന്ന വൈദ്യരെ നമ്മൾക്ക് പാവപ്പെട്ടവും വരും അല്ലെങ്കിൽ പണക്കാരും വരും, എല്ലാവരും ഒരു സമ്മത ഭാവത്തോടെ വൈദ്യരെ കാണണം. പൈസ മാത്രം വൈദ്യരെ നോക്കി ചികിത്സ ചെയ്യേണ്ട എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ തെല്ലാപുരത്തെ ഈ ആയുർവേദ സെന്ററിലെ നമ്മുടെ ജോയ് വൈദ്യരും ചികിത്സിക്കുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. അത് തന്നെ വലിയൊരു ഭാഗ്യമായി മാറി. അപ്പോൾ ഇവിടുത്തെ ചികിത്സാ രീതി എല്ലാ ദിവസവും ഉണ്ട്. ഇവിടെ വരേണ്ടത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ഹൈവേയിലേക്ക് വരുമ്പോൾ ഇരട്ടക്കുളം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ തെല്ലാപുരം എന്നൊരു കൊച്ചു ഗ്രാമമുണ്ട്. തെല്ലാപുരം ഗ്രാമത്തിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിലാണ് വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയാണ് ചികിത്സ നടത്തുന്നത്.